ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ആ, ആ, ഓണത്തിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. പിന്നെ ഇനി അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കാം. എല്ലാവരും നല്ലതായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഇപ്പം നമ്മൾ ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ഒരു ആ ഒരു നമ്മളെ വൈബ്രേഷൻ മാറ്റൂട്ടാം. നമുക്ക് ആ ഒരു കാര്യം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ വൈബ്രേഷനിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വൈബ്രേഷനൊക്കെ ഒരു ഹയർ ലെവലിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. നൈറ്റ് ഓഫ് എയർ ആണ് വന്നിട്ടുള്ളത്. ടെൻ ഓഫ് എയർ, പേജ് ഓഫ് ഫയർ, ഹൈ പ്രീസ്റ്റസ്, എയ്റ്റ് ഓഫ് വാട്ടർ. പേജ് ഓഫ് വാട്ടർ, പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. സിക്സ് ഓഫ് ഫയർ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഗൈഡൻസ് കാർഡ് എത്താണ് നോക്കാം. ലീഡർഷിപ്പ് ഒരു കാർഡ് കൂടി എടുക്കാം. ഫ്ലെക്സിബിലിറ്റി, ബോട്ടം വന്നിട്ടുള്ളത് വണ്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് ഫയർ ആണ്. അപ്പോൾ ഇതില് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം ഒരു ആവേശം ഉണ്ടായേക്കാം. അതായത് ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, മുന്നോട്ട് പോകണം, ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു ശക്തമായ ഒരു പുള്ള് ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ കുറച്ച് ലേസി ആയിരുന്നെങ്കിൽ, ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് വൈകിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം വിചാരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഒരു ഒരു പെട്ടെന്നുള്ളൊരു യാത്ര ഇന്ന് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം പക്ഷേ ഇന്നത്തെ ഒരു ഒരു കാര്യം, നിങ്ങൾ ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. അപ്പം എല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. അടുത്ത് വന്നിട്ടുള്ളത് ടെൻ ഓഫ് എയർ ആണ്. ഇതൊരു ടെൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. സോറി, ഇതൊരു ടെൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇതില് ഇതൊരു എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം, അത് എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ പല ആൾക്കാർക്കും പണ്ടത്തെ ഒരു ആവേശവും ഒരു ഉത്സാഹവും ഒക്കെ ഇന്നത്തെ ദിവസം കിട്ടുമായിരിക്കാം. കാരണം പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുറകോട്ട് വലിച്ചിരുന്നെങ്കിൽ അതൊക്കെ എൻ്റെ ആയി. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നു, ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ
അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു ഫ്രീഡത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പേജ് ഓഫ് ഫയർ ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്കൊരു ഒരു ഇൻസ്പിറേഷൻ വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. കാരണം പഴയ ഭാരങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളൊരു പുതിയ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഉത്സാഹം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ നൈറ്റ് ഓഫ് എയറും പേജ് ഓഫ് ഫയറാണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് സോഡ്സും പേജ് ഓഫ് ഫാൻസും ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഐഡിയ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു നിങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ തനിയെ തന്നെ മാറുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മാറ്റണം എന്ന് വിചാരിച്ചിരുന്ന കാര്യം അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിംഗ് ആയി അത് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇരുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് പൊക്കോളാനാണ് ഇന്നത്തെ തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ശരിക്കും ജീവിതത്തിൽ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പോകരുത്, വളരെ ആലോചിക്കുക. അപ്പം എല്ലാ കാര്യവും ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ അടുത്ത് വന്നിട്ടുള്ള ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്ത് ഉത്തരം തേടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മതിയാക്കുക. പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ് എല്ലാ ഉത്തരങ്ങളും ഉള്ളത്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു, നമ്മളുടെ വഴികാട്ടി നമ്മൾ തന്നെയാണ്. നമ്മളുടെ സോളിന് അത്രമാത്രം പവറുണ്ട്. ഈ പവർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യം പ്രാർത്ഥനയിലേക്കും അവിടുന്ന് മെഡിറ്റേഷനിലേക്കും പോണത്. നമ്മൾ പല ആൾക്കാരും ഈ മെഡിറ്റേഷൻ്റെ കാര്യം ചോദിക്കാറുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ പതിയെ കിട്ടുള്ളൂ. ചിലപ്പോൾ കുറേ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും നമുക്ക് ഈ മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണത്. ആ നത്തിങ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നത് കുറേ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക, ഈ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് വളരെ സ്ലോലി കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സ്ട്രഗിളും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പം ചെയ്തു തുടങ്ങിയ ഒരു കാര്യത്തിന് ഇപ്പം തന്നെ എനിക്ക് ഒരു റിസൾട്ട് കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കാനും പോകരുത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇതെന്തോ ഒരു കാര്യം ശരിയല്ലല്ലോ എന്ന് തോന്നിയാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് ശരിയല്ലാത്ത എന്തോ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞു തരുന്നതാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴായിരിക്കും, ചില വാർത്തകൾ കേൾക്കുമ്പോഴായിരിക്കും, എന്തോ ഒരു കാര്യം ഇതെന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ട് ശരിയല്ലല്ലോ, ഈ ആൾ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുന്നെങ്കിൽ അതാണ് അതിൻ്റെ ശരി, അതാണ് കറക്റ്റ്. ഇനി നമ്മൾ എത്ര വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായാലും നമ്മുടെ ഇൻഡ്യൂഷൻ അത് പറയുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു പാർട്ട് മിസ്സിങ് ആണ് എന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ ശരി. അത് നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴോ ചില ആളുകളുടെ അടുത്തിരിക്കുമ്പോഴോ എന്തോ ഒരു ശരിയല്ലായകയുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ഹെവിനെസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ അടുത്തിരിക്കുമ്പോൾ എന്തോ ഒരു ഹെവിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സമയം നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വന്നേക്കാം. ആ ഒരു വ്യക്തിയുടെ അന്നത്തെ എനർജി അസൂയയുടേതായിരുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ അത് എന്തോ ഒരു ശരികേട് എവിടെയോ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നെങ്കിൽ അത് കറക്റ്റാണ്. നിങ്ങൾ ഏതെങ്കിലും വീടുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ എനർജി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ ആ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എല്ലാവരോടും പറയാൻ നിൽക്കരുത്. നമ്മൾ അറിയുന്ന കാര്യം അല്ലെങ്കിൽ തോന്നുന്ന കാര്യം, നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമൊക്കെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് അവിടെ നിന്നൊരു
അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പം നമുക്കൊരു കാര്യം തോന്നി, നമ്മളുടെ മനസ്സിലൊരു കാര്യം തോന്നി, ഇതിപ്പം ശരിയാണോ എന്ന് അറിയാൻ നമ്മളത് 5 പേരോട് പറഞ്ഞു നോക്കും. ഈ 5 പേരും 5 അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്. അപ്പം നമ്മുടെ ഇൻഡ്യൂഷനെ അവിടെ ക്യാൻസൽ ആയി പോകും. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാൻ പോകാതിരിക്കുക. മറ്റുള്ളവരുടെ എനർജി നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ തോട്ട്സ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. പിന്നെ 8 ഓഫ് വാട്ടറാണ്. നിങ്ങളുടെ ആത്മാവിനെ ഫുൾഫിൽ ചെയ്യാത്ത ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകളയണം എന്നാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളെ സംതൃപ്തിപ്പെടുത്താത്ത ചില സാഹചര്യങ്ങൾ വിട്ടുപോകണമെന്നൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് പോവുക. എനിക്ക് ശരിയല്ല, ഈ ഒരു കാര്യം എനിക്ക് ശരിയല്ലാത്തതാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ശരിയല്ലാത്തതാണ്, ഈ ഒരു സൗഹൃദം എനിക്ക് ശരിയല്ലാത്തതാണ് എന്ന് തോന്നിയാൽ അത് വിട്ട് കളയാൻ നിങ്ങൾ വേറെ ഒരു ഇതും കാണിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുള്ള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ശരിയായിരിക്കും. നമ്മൾ സഫർ ചെയ്ത് ഒന്നും തന്നെ നമ്മൾ നിലനിർത്തി പോകേണ്ട ആവശ്യമില്ല. ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ അത് വിട്ടു പോകണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളെ വാല്യൂ ചെയ്യാത്തൊരു സ്ഥലത്തോ നമുക്ക് ഒരുപാട് അടിമത്ത അനുഭവിക്കുന്ന ചില സ്ഥലങ്ങളിലോ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് നമ്മളുടെ സോൾ പറയുന്നതെങ്കിൽ നിങ്ങളതിനെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഇൻഡ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ പഴയ അറ്റാച്ച്മെൻ്റ് ഒക്കെ വിട്ട് കളയണം എന്നുണ്ട്. പഴയ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കളയുക. നിങ്ങൾ ചിലപ്പോൾ നമ്മളെ ഇമോഷണലി ശരിക്കും ഡ്രെയിൻ ചെയ്തു പോകുന്ന ചില സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയെങ്കിൽ അതും നമ്മൾ വിട്ടുകളയേണ്ടതാണ് എന്നുള്ളതാണ്. ആ സ്ഥലത്ത് നിന്ന് നമ്മളുടെ എനർജി നമ്മൾ പിൻവലിക്കേണ്ട സമയമായി. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം അത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഇമോഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും, നമ്മൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ വളരും, നമ്മൾ തളരും. അപ്പോൾ അത് ചെയ്യരുത്. ചില കാര്യങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളിലായാൽ പോലും നമുക്ക് നമ്മളെ ഇങ്ങനെ എനർജി എടുക്കുന്ന സൗഹൃദങ്ങൾ ഒരുപാട് പേരുണ്ടാകും. സ്പിരിച്വൽ കൂട്ടായ്മകളിൽ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ എനർജി ഇങ്ങനെ വലിച്ചെടുക്കുന്ന സ്പിരിച്വൽ കൂട്ടായ്മകൾ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ടെങ്കിൽ അതിൽ നിന്നും മെഡിറ്റേഷനൊക്കെ കഴിയുമ്പം നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് അറിയാലോ. ഒരു മെഡിറ്റേഷനോ ഒരു ഗ്രൂപ്പിലുള്ള ഒരു കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് പതിയെ മാറിക്കളയുന്നതും നല്ലതായിരിക്കും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായേക്കാം. കാരണം കുറേ സ്പിരിച്വൽ കൂട്ടായ്മകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള അത്രയും സ്പിരിച്വൽ പവറുള്ള ആൾക്കാരിൽ നിന്ന് എനർജി സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സെഷനൊക്കെ കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ അതൊരു മെഡിറ്റേഷൻ ഗ്രൂപ്പായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കാം. അപ്പം അതിൻ്റെ ആ സെക്ഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് ഫുള്ളി നമ്മൾ ഡ്രെയിൻ ഔട്ടായി പോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഇത് ചിലപ്പം ഇപ്പോഴും മാത്രമായിരിക്കില്ല കേട്ടോ. പാസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം, അയ്യോ ഇത് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ എനർജി ലോസ് ആണല്ലോ പറഞ്ഞത്, എനിക്ക് ക്ഷീണമാണല്ലോ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ തോന്നിയ ആൾക്കാരുടെ അവരുടെ എനർജി മാത്രമാണ് ഞാൻ പറയണത്, എല്ലാവരുടെ അല്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയിട്ട് പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ഇമോഷണൽ ബിഗിനിങ് എന്നൊക്കെ പറയാം. ഓരോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോളോ മെസ്സേജോ ചില വ്യക്തികളെ കാണുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നേക്കാം. മാത്രമല്ല ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരാട്ടാ. ഒരു ഒരു സ്പിരിച്വൽ തോട്ട് അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീലിംഗ് അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാം. അത് കൃത്യമായിരിക്കും. അത് വേറെ അതിൽ ഡൗട്ട്ഫുൾ ആകേണ്ട ആവശ്യമില്ല എന്നാണ് കാണുന്നത്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് 6 ഓഫ് ഫയർ ആണ്. ഇതില് റെക്കഗ്നിഷൻ, വിക്ടറി ആണ്, സക്സസ് ആണ്. നമ്മൾ നമ്മളുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും തലകുനിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് നമ്മളുടേതായ വ്യക്തിത്വം ഉണ്ട്. നമ്മളുടെ കഴിവിന് അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ്. നമ്മളുടെ കാത്തിരിപ്പ് എൻഡാകുന്ന ഒരു സമയമാണ്. നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും നമുക്ക് വേണ്ട ആ ഒരു അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്യും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള ലീഡർഷിപ്പാണ്. ഇതിൽ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല ലീഡർഷിപ്പ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ മറ്റുള്ളവരെ കയ്യിൽ കൊടുക്കാതെ നമ്മൾ തന്നെ അത് തിരിച്ചു വാങ്ങുന്നതും ഒരു ലീഡർഷിപ്പാണ്. നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇത് പൂർണ്ണമായി ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഹസ്ബൻഡും വൈഫും ഒക്കെ ഉണ്ട്, അവരോടൊന്നും ഡിസ്കസ് ചെയ്യാതെ നമ്മളങ്ങ് തീരുമാനിക്കുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള അവസ്ഥയുള്ള ആൾക്കാർ നമ്മളുടെ ആ ഒരു നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അത് വേറെ ആരുമല്ല നമ്മളുടെ ആ ഒരു സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് ചിലപ്പോൾ ഭയമായിരിക്കാം, മറ്റുള്ളവരെ ഒപ്പീനിയൻ കൂടുതലായിട്ട് തേടുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇത് ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആരാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഇന്നത്തെ ദിവസം ഇരുന്ന് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുടെ അഭിപ്രായമാണ്? ഇത് ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അനുസരിച്ച് ഞാൻ ഒരു പാവയെ പോലെ ഞാൻ അഭിനയിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കാം. അപ്പം ഇതിൽ മുന്നോട്ട് പോകാനുള്ള ഫയർ നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങളൊന്ന് തിരികൊളുത്തിയാൽ മാത്രം മതി എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, പാസ്റ്റിലെടുത്ത തീരുമാനങ്ങളിൽ കൂടുതൽ കോൺഫിഡൻസ് കൊണ്ടുവരിക. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പോൾ ഇതില് സ്ട്രോങ് ആയിരിക്കുക. പക്ഷേ നിങ്ങളുടെ എൻ്റെ തീരുമാനം ഇതാണ് എന്നുള്ളത് മാത്രമല്ല കാര്യം. ചില കാര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ അഭിപ്രായം കൂടെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ പറയുന്നത് ശരിയാണെങ്കിൽ അതുകൂടി ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. നമ്മളുടെ തീരുമാനം, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് അത് നമ്മൾ എന്ന് തീരുമാനിക്കുക. പക്ഷെ ഇതിൽ വേറൊരാളുടെ വാക്ക് കേട്ടത് കൊണ്ട് അത് ഒരിക്കൽ കൂടെ നമ്മളൊന്ന് കേട്ടു നോക്കുക, ഇത് ഈ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ. അപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക, തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ തീരുമാനം എടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി നിങ്ങൾ അതിനോട് പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും മാറ്റാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരണത്, അത് വേറൊരു രൂപത്തിലാണ് വരണമെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഫ്ലെക്സിബിളും ആയിരിക്കണം കേട്ടോ, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, പക്ഷേ ഫ്ലെക്സിബിളും ആയിരിക്കണം. അപ്പോൾ അത് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ് എന്ന് വിചാരിക്കരുത്. അത് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബുദ്ധിയും കൂടെ കൊണ്ട് നമ്മൾ ആലോചിച്ച് വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനം എടുക്കാൻ. അപ്പോൾ ബോട്ടം വന്നിട്ടുള്ളത് വണ്ടേഴ്സ് ആണ്. ഇതിൽ നിങ്ങളൊരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും പകുതി എന്നാൽ മറ്റു കാര്യത്തിനകത്തുമാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ
ഇതൊരു തേടയുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. ഒരു ഇൻഡ്യൂഷൻ്റെ എനർജി ഉണ്ട്. അപ്പം നിങ്ങളുടെ തേടയൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആയിട്ടില്ലായിരിക്കും. പഴയ കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടങ്ങുന്നു എന്നുള്ളതാണ്. പുതിയ സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, പക്ഷെ പഴയതൊന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ടു പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില സ്പിരിച്വൽ ആയിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതം വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരു അതിശയകരമായ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ചെറിയൊരു പോർഷൻ മാത്രമാണ്. ചില കാര്യങ്ങളിൽ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് വ്യക്തമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും നിങ്ങൾക്ക് കാണാം. പക്ഷെ കുറച്ച് കാര്യം മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഉടനെ തന്നെ കാണാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ അറിയണം എന്നുള്ളൊരു വാശി വേണ്ട. നമുക്കത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. പിന്നെ ഞാൻ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാണ്ട് വാങ്ങിയത് കേട്ടോ. ഹീലിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് ഹീലിംഗ് ചെയ്യാനല്ല, ഞാൻ യൂട്യൂബിൽ ഹീലിംഗ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ ഓരോ ദിവസവും ഡിവൈൻ മെസ്സേജിനോടുകൂടി ഞാനൊരു ഹീലിങ്ങും ഒരു 3 മിനിറ്റൊക്കെ മതിയാവും അന്നത്തെ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാനുള്ള ഒരു ഹീലിംഗ് തരാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഹീലിംഗ് ആദ്യമാണോ കൊടുക്കേണ്ടത് അവസാനമാണോ, ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ. എങ്ങനെയാണത് ഹീലിംഗ് ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ അത് എവിടെ കൊടുക്കണം എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. ഞാനത് ഒന്നുകൂടി അതിന് ഒരു പാറ്റേൺ ശരിയാക്കിയിട്ട് ഞാൻ ഹീലിംഗും തരാം ഈ ഡിവൈൻ മെസ്സേജിൽ. രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് വരുന്നതനുസരിച്ച് ചെയ്യാം, അതായിരിക്കും നല്ലത്. അതിപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഒന്ന് കൺഫേം ആക്കാൻ പറ്റിയത്. നിങ്ങളുടെ റീഡിങ്ങിൽ, ഇന്നത്തെ റീഡിങ്ങിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ ആ വരുന്ന കാര്യം അത് എന്നാൽ കഴിയുന്ന പോലെ, ഞാനൊരു റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്, അപ്പോൾ പ്രാണി ഹീലിംഗും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ എനർജിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളുടെ വരുന്ന ബ്ലോക്കേജസ് ഞാൻ ഹീൽ ചെയ്ത് തരാം. അത് ഇപ്പോൾ മണിയാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു മണി ബ്ലോക്കാണ് വരുന്നതെങ്കിൽ പൈസ അന്നത്തെ ബ്ലോക്ക് ഞാൻ മാറ്റാനുള്ളൊരു ചെറിയ ഹീലിംഗ്, ഒരു 3 മിനിറ്റൊക്കെ ഉള്ള ഹീലിംഗ് ഇപ്പം ഞാൻ പറയണതാണ്. പിന്നെ നമുക്ക് അത് ചെയ്ത് വരുമ്പോഴേ അറിയാവൂ എങ്ങനെയാണ്, എത്ര സമയം എടുക്കേണ്ടി വരും എന്നൊക്കെ. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്കാണ് വരണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. അപ്പം എന്തായാലും ഹീലിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടണം. ഹീലിംഗ് അത് ഞാൻ ഉറപ്പിച്ച് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വോണ്ടൊക്കെ വാങ്ങിയത്. പക്ഷേ കുറേ താമസം ഉണ്ടായിപ്പോയി, അത് കുറേ ബ്ലോക്ക് വന്നു പോയി കേട്ടോ. അത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടട്ടെ. കുറേ ആൾക്കാർ എനിക്ക് ദിവസവും ഒത്തിരി മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരുപാട് 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 ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നിട്ട് ഒരുപാട് ജീവിതം മാറിയ ഒരുപാട് ആൾക്കാരുടെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചാനലായതിലും എൻ്റെ ഒരുപാട് കർമ്മ റിലീസ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ടാകണം എന്തായാലും ഈ ഒരു ജന്മത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അത് വേറൊരാളിലെത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കർമ്മ റിലീസ്, അതിൻ്റെ ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടൂട്ടാ. അതങ്ങനെ തന്നെ കണ്ടാൽ മതി. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അത് ചെയ്തു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഹീലിംഗ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം ഒരാളുടെ വേദന മാറുമ്പം അതിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നാളെ ഞാൻ ചെയ്യാൻ തുടങ്ങാം. നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹീലിങ്ങിൻ്റെ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരിക. എനിക്ക് ഹീലിങ്ങിന് എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ചെയ്യണം, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചപ്പോഴാണ് അന്നുള്ള ബ്ലോക്കേജസ് ആണ് ഹീൽ ചെയ്യേണ്ടതെന്നൊരു മെസ്സേജ് പോലെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അതൊരു ചാനലിൻ്റെ മെസ്സേജ് ആയിരുന്നു, അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതനുസരിച്ച് തന്നെ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.